ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇതിനു മുൻപ് തണ്ണിമത്തൻ്റെ കൃഷിരീതികൾ വീഡിയോ ഇട്ടിരുന്നു. അതിന് നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. കാണാത്തവർ അത് കാണുക. ഈ വർഷം 4 ഏക്കറിൽ വിവിധ തരം തണ്ണിമത്തനും പച്ചക്കറികളും കൃഷി ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും മുക്കാസ F1 ഇനമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 70 ദിവസം കഴിഞ്ഞ് കാണും. 4 to 7 കിലോ വരെ തൂക്കം വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് മുക്കാസ F1 എന്ന ഇനം. ഇത് പൊതുവെ നാട്ടിൽ കിരൺ എന്നാണ് അറിയപ്പെടുന്നത്. നല്ല മധുരം, നല്ല ചുവപ്പ് നിറവും നല്ല ക്രിപ്സി ആണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ കിരൺ. ഈ കാണുന്നതാണ് വിശാല F1 ഇനത്തിൽപ്പെട്ട ചെടി. ഫ്രൂട്ട് ഏകദേശം 2-നും 3-നും ഇടയിൽ തൂക്കം വരുന്നതും, പൊതുവെ നമ്മളുടെ നാട്ടിൽ കൃഷി ചെയ്തപ്പോൾ നല്ല മധുരമുണ്ട്. പിന്നെ ഒരു ചെടി രോഗപ്രതിരോധ ശേഷിയുള്ള ചെടിയാണ്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റി കൂടിയാണ്. ഇത് തൂക്കം കുറവാണ് എന്നുള്ളൊരു ദോഷം മാത്രമേ ഉള്ളൂ. മറ്റ് തണ്ണിമത്തനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് ഈ വിശാല F1 തന്നെ 2 തരമുണ്ട്. ഇത് മുറിക്കുമ്പോൾ ഈ മഞ്ഞ ഫ്രൂട്ട് മുറിക്കുമ്പോൾ ഉള്ളിൽ റെഡ് ഉള്ളതുണ്ട്, അതുപോലെ തന്നെ മഞ്ഞയുള്ളതുണ്ട്. ഇത് രണ്ടും നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് യെല്ലോ മഞ്ച്. ഇത് 3 കിലോനും 4 കിലോനും ഇടയിൽ ഉണ്ട്. എണ്ണത്തിൽ കുറവാണ് കാണുന്നതാണ്. ബാക്കി തണ്ണിമത്തൻ്റെ ഇനങ്ങളും പച്ചക്കറികളും അടുത്ത പാർട്ടിൽ ഇടുന്നതാണ്.